പല കോൺട്രവേഴ്സികൾക്കിടയിലും മുമ്പോട്ട് കുതിക്കുന്ന മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ 12 ദിവസം കൊണ്ട് ഏകദേശം 250 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന കളക്ഷനെ പറ്റിയൊന്നുമല്ല. എമ്പുരാനിലെ ഖുറേഷി അബ്രഹാമാണോ അതോ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ ഏറ്റവും മികച്ചത്? അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ലൂസിഫർ, എമ്പുരാൻ രണ്ടും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. കഥ എഴുതിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. ഈ ഒരു രണ്ട് സിനിമയ്ക്കും രണ്ട് പാറ്റേൺ ഓഫ് സ്റ്റൈലാണ്. ഒന്നിൽ കാണിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ലോകമാണെങ്കിൽ മറ്റേതിൽ കാണിക്കുന്നത് ഖുറേഷി അബ്രഹാമിൻ്റെ ലോകമാണ്. പക്ഷേ അത് എലിത്രിയും കൂടെ ആകുമ്പോഴേ ആ ഒരു ഖുറേഷി അബ്രഹാമിൻ്റെ ലോകം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലാണ്. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ എമ്പുരാനിലെ ഖുറേഷി അബ്രഹാമിനാണോ ഏതിനാണ് കൂടുതൽ ഓറ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കേ പറയാൻ പറ്റും, അത് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയാണെന്ന്. നമുക്കറിയാം ഈ ഒരു കഥാപാത്രത്തെ മോഹൻലാൽ ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഒടിയന് ശേഷമുള്ളൊരു സമയമാണ്. അപ്പം ബോട്ടക്സ് ചെയ്ത് ആ ഒരു ഇമ്പാക്റ്റ് ഹൈയിൽ നിൽക്കുന്ന മൊമെൻറ്റിലാണ് പൃഥ്വിരാജ് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ മോഹൻലാലിനെ സമീപിക്കുന്നു, അദ്ദേഹം ചെയ്യുന്നത്. ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് പരിമിതമായ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാവങ്ങളും വരുന്ന മുഖത്താണ്, പ്രത്യേകിച്ച് കണ്ണുകളിലാണ്. അതുകൊണ്ട് തന്നെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് എല്ലാം കൊണ്ടുവരുന്ന കണ്ണുകളിലൂടെയാണ്. അത് എടുത്തു പറയേണ്ട ആ ഒരു സീനെന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സീനാണ്. ആ ഒരു സീനിൽ കുട്ടിയെ വലിച്ചെറിയുമ്പോൾ സ്റ്റീഫൻ പോലീസുകാരനെ ചവിട്ടുന്നതും പിന്നീട് കാണിക്കുന്ന ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ്. അതായത് ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം വേറൊരാളായിട്ട് മാറാൻ പോകുന്ന ആ ഒരു ഇമ്പാക്റ്റ് ആ കണ്ണുകൾ കൂടി കാണാൻ സാധിച്ചു. എന്നാൽ എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഹൈ മൊമെൻറ്റ് തരുന്ന സീൻസ് ഒന്നുമില്ല. പല സീൻസിലും നമുക്ക് ഒരു കണ്ണുകൾ കൊണ്ട് ഇമ്പാക്റ്റ് കാണിക്കുന്ന പല സീൻസ് ഉണ്ടെങ്കിൽ കൂടി ആ ഒരു ഓറ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ആ ഒരു ഇൻട്രോ സീനാണെങ്കിൽ തന്നെ ഇറങ്ങി വന്നിട്ട് ഒരു ഇൻട്രോ സീൻ ഉണ്ടല്ലോ, കബൂക്ക ഗ്യാങ്ങോട്ട് കാണുന്നതിൽ തിരിഞ്ഞ ഒരു ക്യാമറയെ നോക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനിൽ ഖുറേഷി അബ്രഹാം ആരാണെന്നുള്ളൊരു ഇമ്പാക്റ്റ് ആ കണ്ണുകൾ കൂടി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പക്ഷേ ആ ഒരു ഹൈ ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ പല രംഗങ്ങളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വരികയാണെങ്കിലും മോഹൻലാലിന് വളരെ പരിമിതമായ ഡയലോഗുകളേ ഉള്ളൂ. സോ ബാക്കിയുള്ള ഇമോഷൻസ് എല്ലാം കാണിക്കുന്ന കണ്ണുകൾ കൂടിയും മുഖത്തുകൾ കൂടിയാണ്. പക്ഷെ അത്ര ഒരു കണക്ടിവിറ്റി നമുക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ കിട്ടിയിട്ടില്ല. ആ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുമ്പോൾ അതൊരു ആഴക്കായമാണെന്ന് കൃത്യമായിട്ട് കാട്ടിത്തരുന്നുണ്ട് ഓരോ ഇമോഷൻസിലും. നേരെ തിരിച്ചു വരുമ്പോൾ ഖുറേഷി അബ്രഹാമും വളരെ വലിയൊരു വ്യക്തിയാണ്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഇമ്പാക്റ്റ് ഒരിക്കലും ആ കഥാപാത്രത്തിൽ നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. അതവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല. അവിടെ മോഹൻലാലിൻ്റെ അഭിനയം പോരാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, മോഹൻലാൽ അഭിനയിച്ച ഒന്നാമത്തെ കാര്യം നമുക്ക് അഭിനയമായിട്ട് തോന്നത്തില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഖുറേഷി അബ്രഹാമിനെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉള്ള അല്ലെങ്കിൽ കുറേ സീൻസ് അഭിനയ സാധ്യതയുള്ള രംഗങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും എമ്പുരാനിൽ അത്രയ്ക്കൊന്നും വന്നില്ല. ഒരുപക്ഷെ ആ മുരളി ഗോപിയുടെ ആഴക്കയം എന്ന് പറഞ്ഞാൽ ആ കഥ അങ്ങോട്ട് കണക്റ്റ് ആകാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്രയും കാണിക്കുന്നത്. അല്ലെങ്കിൽ എലിത്രി വരുമ്പോഴേ ഖുറേഷി അബ്രഹാമിൻ്റെ ലോകം വരുന്നുള്ളൂ എന്ന് പറഞ്ഞാലും ഈ ഒരു സിനിമയിൽ ഇത്രത്തോളം ഒരു കണക്ടിവിറ്റി ഓഡിയൻസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പല മിക്സഡ് റിവ്യൂ വന്നത് തന്നെ. മുരളി ഗോപി എന്ന് പറഞ്ഞ റൈറ്ററിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ശരിയാണ്, ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്, ഒരു ഹോളിവുഡ് ടൈപ്പ് ഓഫ് സിനിമയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു കഥയുടെ കണക്ടിവിറ്റിയും കഥാപാത്രത്തിന് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നവരെ ആ ഖുറേഷി അബ്രഹാമിന് വയ്യ എന്ന് തന്നെയാണ് ശരിക്കും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പല രംഗങ്ങളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. എന്തു തന്നെയായാലും ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഓറ അല്ലെങ്കിൽ ഓഡിയൻസായിട്ട് ഒരു കണക്ടിവിറ്റി എമ്പുരാനിലെ ഖുറേഷി അബ്രഹാമിന് തരാൻ പറ്റിയില്ല. ഇനി ഒരു എലിത്രി ആകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മാറിയേക്കെ. എന്നിരുന്നാലും ഈ പറയുന്ന പോലെ ഹൈ ഇമോഷണൽ സീൻസ് കൂടുതലും ഒരുപക്ഷെ മോഹൻലാലിനേക്കാൾ കൂടുതൽ പോയേക്കുന്നത് മഞ്ജു വാര്യരെ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് എമ്പുരാനിൽ പോയേക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ കണക്ടിവിറ്റി തോന്നുന്നത്. എന്തായാലും ആ രണ്ട് കഥാപാത്രങ്ങളും ചെയ്തത് ഒരാൾ തന്നെ, രണ്ട് കഥാപാത്രങ്ങളും കഥയും സംവിധാനം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ. പക്ഷേ എന്തിനെന്ന് പറഞ്ഞാലും ആ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രം എത്രയോ മുകളിലാണ് എമ്പുരാനിലെ ഖുറേഷി അബ്രഹാമിനേക്കാൾ. ഒരുപക്ഷെ എലിത്രി വരുമ്പോൾ ഇത് മാറുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ അതോ ഖുറേഷി അബ്രഹാമാണോ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഓറ സൃഷ്ടിച്ചത്? ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.